ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുട്ടി ട്രിപ്സ്. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് ഡെൻമാർക്കിൽ ഹിൽറോഡ് എന്ന് പറയുന്ന ഒരു പ്ലേസിലോട്ടാണ് കേട്ടോ. ഹിൽറോഡിൽ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഫെഡറിക് കാസിലുണ്ട്. നമ്മൾ അങ്ങോട്ടാണ് എല്ലാവരും കൂടെ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫെഡറിക് കാസിൽ എന്ന് പറയുന്നത് ഭയങ്കര ഒരു റോയൽ ആയിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ. ഇവിടെ ഫേമസ് ആയിട്ട് റോയൽ ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ അവിടുത്തെ ഗാർഡനും അവിടെ ആർട്ടും ഒക്കെയാണ് ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് ഇവിടുന്ന് ട്രെയിനിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് കറക്റ്റ് എക്സാക്റ്റ് ഈ ഹിൽ റോഡ് പ്ലേസിലോട്ട് നമുക്കൊരു ബസ്സും കൂടെ എടുക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ ബസ്സിൽ പോകുമ്പോഴുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് നിറച്ചും പൂക്കളൊക്കെ ആയിട്ടുള്ള കുറേ സ്ഥലങ്ങൾ നമ്മൾ കണ്ടു. ഇതൊക്കെ വളർത്തുന്ന പൂക്കളല്ല, നാച്ചുറലായിട്ട് ഈ ഒരു സമ്മറിൽ ഉണ്ടാവുന്ന പൂക്കളും കാര്യങ്ങളാട്ടോ. പിന്നെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ ഒരു 7-Eleven ഉണ്ടായിരുന്നു. അവിടെ കയറി നമ്മൾ കഴിക്കാൻ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. മോസ്റ്റ്ലി നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ അവിടെ ഈസി ആയിട്ടുള്ളത് യൂഷ്വലി വാങ്ങാൻ പറ്റുന്ന ഒരു സാധനം ക്രിസൻറ്റുമാണ്. നമ്മളത് വാങ്ങി. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പതുക്കെ നടക്കുകയാണ്. നമ്മുടെ ഗൈഡ് കാർത്തികയാണ്. കാർത്തിക ഫുഡ് കാണിച്ചോ? എങ്ങനെയുണ്ട്? നല്ലയാ? അപ്പം നമ്മുടെ കൂട്ടത്തിൽ കാർത്തിക ഇവിടെ നേരത്തെ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് അവൾക്ക് വഴിയൊക്കെ അറിയാം, അവൾക്ക് എവിടെയാണ് പോകേണ്ടതെന്നൊക്കെ അറിയാം. നമ്മൾ ശരിക്കും അവളെ ഫോളോ ചെയ്യാണ്. ഗൂഗിൾ മാപ്പൊന്നും വേണ്ടാതെ നമ്മൾ ഇങ്ങോട്ട് വന്നത് ഫുള്ള് അവൾക്കറിയാം. നേരത്തെ ഇവിടെ ഒറ്റയ്ക്ക് വന്ന് എക്സ്പ്ലോർ ചെയ്ത് പോയൊരു സ്ഥലമാണ്. ആൾക്ക് ഒരു തമിഴ് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾ ആണ് നമ്മളെ ഗൈഡ് ഇന്നത്തെ ഫുൾ. റെസ്റ്റോറൻ്റ് അല്ലേ? ഓപ്പൺ അല്ല. ഒരു പള്ളി. ഇത് പള്ളിയാണോ അവിടെ? ഓ, അതാ നമ്മൾ പോകുന്ന ക്യാസ്. ഇവിടെ ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ കുറച്ച് സ്റ്റോൾസ് ഒക്കെ കണ്ടു കേട്ടോ. ഇതിങ്ങനെ സഡൻ സെറ്റപ്പ് ചെയ്ത് വെക്കുന്ന സ്റ്റോൾസാണ്. ഡെയിലി നമുക്കിങ്ങനെ ജസ്റ്റ് വെച്ച്, അല്ലാതെ അവിടെ ഒരു ഷോപ്പായിട്ടുള്ള കാര്യങ്ങളല്ല. യൂഷ്വലി സൺഡേ സാറ്റർഡേ നമ്മളിതുപോലെ ട്രാവൽ ചെയ്യുമ്പോഴത്തേനും പല സ്ഥലങ്ങളിലും ഈ ടൂറിസ്റ്റൊക്കെ വരുന്ന പല സ്ഥലത്തും ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പം അവരിങ്ങനെ ഒരു സ്റ്റോൺസും ജ്വല്ലറീസൊക്കെ വിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് നമ്മൾ വീണ്ടും നടക്കുകയാണ്. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ഈ ഒരു ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ, അതായത് ഫിലിമിലുള്ള ഓരോ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ പോലെ ഡ്രസ്സൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരെ നമ്മൾ പലപ്പോഴായിട്ട് ഇതുപോലെ സ്ട്രീറ്റ്സിലൊക്കെ വീക്കെൻഡിൽ കാണാറുണ്ട്. അത് അവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു ഭാഗമായിരിക്കും. ഹായ് 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 ഗൈസ്, നമ്മളിപ്പോ എവിടെ പോകുന്നു? അത് നമ്മളല്ലേ പറഞ്ഞു കൊടുക്കണ്ടേ? നമ്മളിപ്പോ കാസ്റ്റൽ നമ്മൾ പോകുന്നുണ്ട്. നമ്മള് ഏർലി മീറ്റ് ചെയ്തു. യൂട്യൂബർ കുട്ടി ട്രിപ്സ് മീറ്റ് ചെയ്തു ചാനൽ കാർത്തിക ശ്രീ. ഗൈസ് ഗൈസ്, നിങ്ങളുടെ ചാനലിന്റെ പേര് പറയൂ. കാർത്തിക ശ്രീ തമിഴ് വൈബ്സ്, തമിഴ് ചാനൽ ഗൈസ്, തമിഴ് ചാനൽ. അപ്പം നമ്മൾ ഇവിടെയുള്ളൊരു സ്ട്രീറ്റിൽ കൂടെ നടന്നിട്ടാണ് കേട്ടോ കാസിലോട്ട് പോകുന്ന വഴിക്ക് ഒരുപാട് ഇങ്ങനെ എൻ്റർടൈനിങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ കുറേ പാർട്ടിയും അതുപോലെ തന്നെ കുറച്ച് കിഡ്സിൻ്റെയൊക്കെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ജംഗ്ഷൻ പോലത്തെ സ്ഥലത്തൊക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ ദൂരെ കാണുന്ന അതാണ് കേട്ടോ കാസിൽ. കുറേ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്, പാടും തോന്നുന്നു സ്കൂളിൽ. അവർക്ക് ഹിസ്റ്ററി ക്ലാസ് ആയിരിക്കും. അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഫെഡറിക്സ്ബർഗ് കാസൽ, ചുറ്റിനും ലേക്കൊക്കെ ആയിട്ട്. നമ്മൾ പൊല്ലിപ്പോവാണല്ലോ. ഓ, ഇവിടെ ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ. സംതിങ്
അരെ വാ വാ വാ. ആ അടുത്ത ബോസ് നാളത്തെ പോസ് ഇങ്ങനെ. ഈ ഒരു കാസ്റ്റിൽ എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് നിറച്ചും ആ ഒരു റെഡ് ബ്രിക്സ് കൊണ്ടിട്ട് മാത്രമാണ് കേട്ടോ. വേറെ പെയിൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ ടോപ്പ് ആ ഒരു ടവർ പോലെയുള്ള ഭാഗങ്ങളൊക്കെ പ്യോർ കോപ്പറിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓവർ പീരീഡ് ഓഫ് ടൈം അതിൻ്റെ കളർ ചേഞ്ച് ആയിട്ട് ആ കോപ്പറിൻ്റെ കളർ ഗ്രീൻ ആയിട്ടാണ് നമ്മൾ ദൂരെ നോക്കുമ്പോൾ മേളിൽ കാണുന്നത്. അപ്പം ഫുൾ കോപ്പറാണ് കേട്ടോ. ഇവിടെ മോസ്റ്റ് ഓഫ് ദ ഇതുപോലെയുള്ള കാസ്റ്റൽസ് ഒക്കെ നമ്മൾ ആ ഒരു കോപ്പർ ടോപ്പായിട്ടുള്ള ഭാഗങ്ങളൊക്കെ കോപ്പർ തന്നെയാണ്. അപ്പോൾ ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഏർലി 16th ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി കാസ്റ്റലാണ്. എന്തായാലും ഇതൊരു ക്രിസ്റ്റീൻ എന്ന് പറയുന്ന ഒരു കിങ് ആണ് കേട്ടോ ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കാസ്റ്റൽ. ഇത് ലേറ്റർ ഒരു 1859 വന്നിട്ട് ഇവിടെ ഒരു ഭയങ്കര ഒരു വലിയൊരു ഫയർ ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചിട്ട് കുറേ പോർഷനും കത്തി നശിച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ലേറ്റർ 1888 ഒക്കെയാണ് അത് വീണ്ടും റീബിൽഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ അതൊരു ഒരു മ്യൂസിയമായിട്ട് ലേറ്റർ അത് മാറുമായിരുന്നു. അങ്ങനെ അത് നാഷണൽ മ്യൂസിയം ആ ഒരു ലെവലിലോട്ടൊക്കെ വന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഹിൽറോയിഡിലുള്ള ഫെഡറിക് കാസ്റ്റൽ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ കാസ്റ്റലിൻ്റെ ഉള്ളിൽ കയറി ആ ഒരു മ്യൂസിയം കണ്ടില്ല. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നേരത്തെ കയറി കണ്ടതുകൊണ്ട് അവളിങ്ങനെ എന്താണ് ഉള്ളിലെന്നൊക്കെ പറഞ്ഞു. പിന്നെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്നതൊക്കെ നമ്മൾ വായിച്ചിരുന്നു. ഉള്ളിൽ കയറാഞ്ഞതിൻ്റെ കാര്യം ടിക്കറ്റ് നല്ല കൂടുതലാണ്. ഇപ്പോൾ സമ്മർ ടൈമാണ്, വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ റേറ്റ് നല്ല പോലെ കൂട്ടിയിട്ടുണ്ട്. നേരത്തെ ഒരു 70 DKK സംതിങ് ആയിരുന്നു, ഇപ്പോൾ 150 DKK ആണ്. ആ ഒരു അത്രയും പൈസ കൊടുത്ത് നമ്മൾ ഉള്ളിൽ പോകുന്ന അത്രയും വർത്തായിട്ട് ഫീൽ ചെയ്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഉള്ളിൽ പോയില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് പുറത്ത് തന്നെ കാണാനും ആ ഒരു ഹിസ്റ്ററി മനസ്സിലാക്കാനും ഒരുപാട് കാണാനുണ്ടായിരുന്നു പുറത്ത്. അതുകൊണ്ട് നമ്മൾ ഉള്ളിൽ പോയിട്ടുണ്ടായിരുന്നില്ല. എവിടെ ഹായ്. ഓ ഹലോ, വെൽക്കം ടു കുട്ടി ട്രിപ്സ്. കുരിച്ചേട്ടനോ? വീഡിയോ കാണാണ് ഗുരുചേട്ടൻ. സെൽഫി വീഡിയോയാ. ഹലോ ഗൈസ്, സബ്സ്ക്രൈബ് பண்ணுங்க. അതാണ് ഇമ്പോർട്ടന്റ്. ഷെയർ, ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ് ഫോർ കുട്ടി ട്രിപ്സ്. മേഡം നിന്റെ ചാനലിൽ കൂടെ തമിഴ് പറഞ്ഞോ? നല്ല ഫ്രീ ആയിട്ട് നമുക്ക് തോന്നി. അപ്പം എന്തായാലും ഒരു ഡാൻസ് കളിക്കുക, ഒരു റീൽസ് എടുക്കുക എന്നൊക്കെയുള്ള ഒരു പ്ലാൻ വസുധ പറഞ്ഞപ്പോൾ നമ്മളങ്ങനെ ഒരു സ്പോട്ട് ഡാൻസ് അവിടെ നിന്ന് പഠിക്കുകയും പിന്നെ 2-3 ലൊക്കേഷൻ നമ്മളൊരു ഡാൻസൊക്കെ കളിക്കുകയൊക്കെ ചെയ്തു. അപ്പം അത് നല്ല ഫണ്ണായിരുന്നു. ഫുള്ള് അന്നേരം നമ്മൾ പഠിച്ചതുകൊണ്ട് ഫുൾ മിസ്റ്റേക്കെല്ലാം ആക്കിയിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ നമ്മളങ്ങനെ ഒരു റീൽസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന്. ലുക്ക് അറ്റ് ദാറ്റ്, ഹൗ സ്വീറ്റ് അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴാണ് കേട്ടോ ഈ ഒരു കാറ് കണ്ട. ഭയങ്കര ലെങ്ത്തുള്ളൊരു കാറ്, ഒരു റോയൽ കാർ ലുക്കാണ് അതിന്. ഒരു റോയൽ കാർ തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നു. ഒരു ഡെൻമാർക്കിൻ്റെ ഫ്ലാഗൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആ കാസ്റ്റിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ആ കാസ്റ്റിലിൻ്റെ തന്നെയുള്ളൊരു ഗാർഡൻ ഉണ്ട്. അതൊരു ഫേമസ് ആയിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ഗാർഡനാണ്, ഫൗണ്ടെയിൻസ് ഒക്കെ ഉള്ളൊരു ഗാർഡൻ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഫ്രെഡറിക് ബർഗ് കിങ് ഇവിടെ ഉണ്ട്. സോ ആ കിങ് എങ്ങനെ ജീവിച്ചു, അവരുടെ കിങ്ഡം
സമയത്ത് എന്തൊക്കെയാ സംഭവിച്ചു, അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ ഉണ്ടായിരുന്നു, അതുകുറിച്ചാണ് ഇവിടെ ഇവർ മെൻഷൻ ചെയ്തത്. പിന്നെ ആക്ച്വലി ഇവിടെ ഇപ്പോൾ ഇവർ കുറച്ച് റെനോവേഷൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഉള്ള കുറേ ഓൾഡ് സ്ട്രക്ചറൊക്കെ റിനോവേറ്റ് ചെയ്ത് കുറച്ച് ചേഞ്ച് ചെയ്തിട്ട് പിന്നെ ഇന്നും കൂടെ കുറച്ച് പൊളിവായിട്ട് നമുക്ക് ഈ ഒരു ബിൽഡിംഗ് കാണാം. പൊളിയായിട്ട് ശരിയാക്കിക്കൊണ്ട് നിങ്ങൾക്ക് കാണാം ബാക്ക്ഗ്രൗണ്ടിൽ. നിങ്ങൾക്ക് ഈ തമിഴ് സംസാരിക്കും, ഇവിടെ മലയാളത്തിൽ സംസാരിക്കട്ടെ. അവിടെയൊക്കെ റെനോവേഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ കാർത്തിക പറഞ്ഞതാണ് സം അതർ ഇൻഫർമേഷൻ. കാർത്തിക ഓൾറെഡി തമിഴിൽ ഇതിൻ്റെ ഒരു വ്ളോഗ് ഓൾറെഡി പണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവളുടെ ചാനലിൽ. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഇപ്പം കാണുന്നുണ്ട്, ഒരെണ്ണം കാണുന്നുണ്ട്. നേരത്തെ ഒരു സ്പീഡ് ബോട്ട് പോകുന്നുണ്ടായിരുന്നു. അവിടെ ചെറിയ ഫോൾസ് ഉണ്ട്. I'm not taking that photo. I thought you were taking for No. It's the walk. See and walk. A lot of traffic here. അയ്യേ. തമിഴ് യൂട്യൂബ് ചാനലിൽ കണ്ടന്റ് ചെയ്യുവാണ്. ക്യാമറാമാൻ അശ്വിനോടൊപ്പം കാർത്തിക. അല്ലടി, ക്യാമറാമാൻ അശ്വിനോടൊപ്പം കാർത്തിക. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫെഡറിക് ബർഗിൻ്റെ ഗാർഡനിലോട്ടാണ്. നമ്മൾ ഫെഡറിക് ബർഗ് കാസ്റ്റലാണ് കണ്ടത്. ഇത് ഫെഡറിക് ബർഗ് ഗാർഡൻ. വഴിതെറ്റിപ്പോയി, ഞാൻ വഴിതെറ്റിപ്പോയി. ആ അല്ലേ പോലെ പ്രശ്നമുണ്ടോ? ഇതിലേ കൂടെ പോകാൻ പാടില്ല. ബസ് കാസ്റ്റൽ കൊടുക്കണം. ഇത് കാസ്റ്റൽ ഗാർഡൻ. നല്ല അടിപൊളി ലൊക്കേഷൻ കേട്ടോ. ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളി ലൊക്കേഷൻ. അടിപൊളി ലൊക്കേഷൻ, നല്ല അടിപൊളി കാറ്റ്, എല്ലാവർക്കും വന്ന് റെസ്റ്റ് ചെയ്യാം. വൈബ് പ്ലേസ്. മരമൊക്കെ നോക്ക്, ആൾക്കാരൊക്കെ റെസ്റ്റ് ചെയ്യുന്നു. എന്താ ഇതിന് ഇയർ ഫിൽട്ടറിയാ, ബട്ട് ലിറ്റിൽ ഡാർക്ക്. ഇതെന്താ ಏನೋ ಬರ್ದಿಟ್ಟಿಯದ എന്താ എഴുതി? ഓ കറക്റ്റ്, ഇത് ക്രൗണ്. സൈക്കിളല്ല, എനിക്ക് അവിടെ സൈക്കിളായിട്ട് തോന്നി. സിമ്പിളാണോ ഇനി ഇവരുടെ? എന്തെങ്കിലും സിമ്പിൾ ആയിരിക്കും. അടിപൊളി ഗാർഡൻ കേട്ടോ. അടിപൊളി കുറേ ഫ്ലവേഴ്സ് നൈസ്ലി മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഈ ഒരു ഫോൾസും. യെസ്, ചാർജർ എൻ്റെ കയ്യിലുണ്ട്, പവർ ബാങ്കും എൻ്റെ കയ്യിലുണ്ട്. whispering
നമ്മൾ നേരത്തെ കണ്ട കാർ ഇതാ ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു പ്ലേസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു വ്യൂ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. വ്യൂ ദൂരെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു കാസിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു കാസിലിൻ്റെ കാസിലാണെന്ന് തോന്നുന്നു, ഐ തിങ്ക്. അപ്പം അങ്ങോട്ട് നമ്മൾ പോവുകയാണ്. ആ ഒരു എൻഡിലും കുറേ വൈറ്റ് കളറിലുള്ള ലോട്ടസ് ഉണ്ട്. അപ്പോൾ എന്തായാലും എനിക്കത് കണ്ടിട്ട് പറിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അത് നമ്മുടെ ഒരു കോമൺ ടെൻഡൻസി ആണല്ലോ, പറിച്ചെടുക്കുക എന്നുള്ളത്. പിന്നെ നിയർ ആയിട്ട് തന്നെയുണ്ട്, ഒന്നും നോക്കിയില്ല. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാണേലും അതങ്ങ് പറിച്ചെടുത്തു. അങ്ങനെ നമ്മൾ തിരിച്ച് ഇവിടെ നിന്ന് പോവുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ ഇനി കോപ്പൻഹേഗനിലോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ ട്രെയിനിലോട്ട് പോവുകയാണ്. ട്രെയിൻ എത്തി. അപ്പോൾ എനിക്കൊരു ട്രെയിനിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഹലോ ഗൈസ്, നമ്മളിപ്പോ എവിടെയാ പോകുന്നുണ്ട്? നമ്മളിപ്പോ കോപ്പൻഹേഗനിലോട്ട് പോകുന്നുണ്ട് ഗൈസ്. അവിടെ എത്തിയിട്ട് അവിടെ എന്താ ഉണ്ടെന്ന് നമുക്ക് കാണാം ഗൈസ്. Stay tuned with Kuti Trips. Like, share, comment, subscribe. Guys, ഈ അശ്വിനെ നോക്കൂ ഗൈസ്. ഞങ്ങൾ എപ്പോ വീഡിയോ അശ്വിൻ എന്നെ നോക്കൂ ഗൈസ്. ഈ അശ്വിനെ തന്നെ നോക്കൂ ആ വണ്ണൻ ഫോട്ടോ കിട്ടാൻ വേണ്ടിട്ട് ഇനി എങ്ങനെ സോപ്പിടാമെന്നാണ് ആലോചിച്ചോണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്ന ദിവസം കുറച്ച് റെയിൽവേൻ്റെ കുറച്ച് എന്താ പറയുക റീവർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ദിവസമായതുകൊണ്ട് ഒരുപാട് ട്രെയിൻസ് എല്ലാം ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പകരം അവിടെ നമുക്ക് ബസ്സുകൾ കിട്ടുന്നുണ്ടായിരുന്നു. മീൻസ് ട്രെയിനിൻ്റെ അതേ ടൈമിൽ അവർ ബസ്സസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹാഫ് വേ ബസ് ട്രെയിനിൽ പോയിട്ട് പിന്നെ നമ്മൾ ബസ് എടുത്തിട്ടാണ് കോപ്പൻഹേഗനിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഗായ്സ് കോപ്പൻഹേഗൻ. ഭയങ്കര ഹാപ്പനിങ് ആയിട്ടുള്ളൊരു സിറ്റിയാണ് കേട്ടോ ഡെൻമാർക്കിലെ. അപ്പോൾ ഇവിടെ ഇതുപോലത്തെ ബസ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ട ആ ഒരു റെഡ് ബസ്, ആക്ച്വലി ഇതൊരു സിറ്റി ടൂറിന് ഇവിടെ ഉള്ളൊരു ബസ്സാണ്. നമുക്ക് ആ ഒരു ബസ് എടുത്തിട്ട് കോപ്പൻഹേഗനിലെ സൈറ്റ് സീയിങ്ങിനായിട്ട് യൂസ് ചെയ്യാം ട്രാവലറായിട്ട് വരുന്ന സമയത്തൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കാണാനുള്ള ഒരു സ്ഥലവും കൂടിയാണ് കോപ്പൻഹേഗൻ. ആൻഡ് ഓൾസോ ഇതൊരു നല്ലൊരു സിറ്റിയും കുറേ ഹാപ്പനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു സിറ്റിയും കൂടിയാണ്. അപ്പം അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇത് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു സെൻട്രൽ പാർട്ടാണ്. നമ്മുടെ എന്താ പറയുക, നമ്മൾ ഫ്ലൈറ്റ് നമ്മുടെ എയർപോർട്ടുള്ളത് കോപ്പൻഹേഗനിലാണ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യത്തിനും വരുന്നത് കോപ്പൻഹേഗനിലായിരിക്കും. അപ്പോൾ നമ്മൾ കോപ്പൻഹേഗൻ ഒന്ന് ചുറ്റി കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ വന്നപ്പോഴാണ് ഇവിടെ ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ട്. ഇവിടെ ഒരു സൈക്ലിങ്ങിൻ്റെ ഒരു മാരത്തോൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതും കാണാൻ പറ്റി ഇവിടെ വന്നതുകൊണ്ട്. അപ്പം നല്ലൊരു സണ്ണി ഡേയിൽ ഈ ഒരു ഇവൻറ്റ് നടക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല ക്രൗഡഡ് ആയിരുന്നു കോപ്പൻഹേഗൻ. അപ്പോൾ നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തു. ഇന്നത്തെ ഡേ ഫുള്ളി നമ്മൾ റോമിങ് ആയിരുന്നു. നമ്മൾ ഹിൽ റോഡ് പോയി. ഇപ്പം നമ്മൾ കോപ്പൻഹേഗനാണുള്ളത്. അപ്പം ഈ ഡേ നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് മൈ വ്ളോഗ്. സോ സീ യു ഇൻ നെക്സ്റ്റ് വ്ളോഗ് ഫ്രം ഡെൻമാർക്ക്. ഓക്കെ, ബൈ ബൈ. See you guys. Thank you for watching.